MLP ആക്ട്, മണി ലോണ്ടറിംഗ് പ്രിവെൻഷൻ ആക്ടിലെ സെക്ഷൻ 17 പ്രകാരമുള്ള നടപടിയാണ് ഇ ഡി ആരംഭിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിരുന്നു ഒരു സർപ്രൈസ് റെയ്ഡ് നടന്നത്, ഒരു സെർച്ച് നടന്നത്. 11 കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടന്നു. ആ റെയ്ഡിൽ ചില വിവരങ്ങളും നിർണായക രേഖകളും കണ്ടെത്തി. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, രാജ്യത്ത് ലോകത്ത് സാമ്പത്തിക മാന്ദ്യമുള്ള 5 വർഷം കൊണ്ട് തൻ്റെ സമ്പാദ്യം 5 ഇരട്ടിയായി വർദ്ധിച്ചു. ആ വർദ്ധിച്ചത് അനധികൃത സ്വത്ത് സമ്പാദനത്തിലൂടെയാണ്. മാത്രവുമല്ല, നേരത്തെ തന്നെ KFCയുടെ ലോണുമായി ബന്ധപ്പെട്ട പരാതികളുണ്ട്. അതിൽ സംസ്ഥാന വിജിലൻസ് ഓൾറെഡി ഒരു FIR ഇട്ട് അന്വേഷണം നടത്തുകയുമാണ്. ഇത്തരമൊരു ഘട്ടത്തിലായിരുന്നു ഇ ഡിയുടെ പരിശോധന. ആ പരിശോധനയിൽ അനധികൃത സ്വത്ത് സമ്പാദനം സ്ഥിരീകരിക്കുന്നു, ബിനാമി ഇടപാടുകൾ സ്ഥിരീകരിക്കപ്പെട്ടു എന്നും ഇ ഡി വൃത്തങ്ങൾ പറയുന്നു. ഒപ്പം തന്നെ ഇയാൾക്ക് PV അൻവറിന്, മുൻ MLAക്ക് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും പണം നൽകിയിട്ടുണ്ട്. ആ പണം നൽകിയ സോഴ്സുകളിലേക്കും അന്വേഷണം നീങ്ങുന്നു എന്നുള്ളതാണ് വിവരം. ഇതിൻ്റെ ഭാഗമായാണ് ഇ ഡി ആസ്ഥാനത്തേക്ക് ഈ മാസം തന്നെ ഹാജരാവാൻ വേണ്ടിയുള്ള നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇ ഡിയുടെ കൊച്ചിയിലെ യൂണിറ്റ് 4 ആണ് അന്വേഷണം നൽകുന്നത്. ഡെപ്യൂട്ടി ഡയറക്ടർ നേരിട്ട് ഇതിൻ്റെ അന്വേഷണ മേൽനോട്ടം വഹിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 2016 കേവലം 14 കോടി ആസ്തി ഉണ്ടായിരുന്നത് 2021 ആകുമ്പോഴേക്കും അത് 5 ഇരട്ടി വർധനവ് 64.25 കോടിയിലോളം വർദ്ധിച്ചു എന്നുള്ളതാണ് ഇ ഡിയുടെ നിർണായകമായ കണ്ടെത്തൽ. ഇതിനൊന്നും തന്നെ ഇ ഡിക്ക് കൃത്യമായി ഉത്തരം നൽകാൻ വേണ്ടി അല്ലെങ്കിൽ രേഖകൾ ഹാജരാക്കാൻ വേണ്ടി ആ സമയത്തുള്ള പ്രാഥമിക ചോദ്യം ചെയ്യലിൽ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ പിടിച്ചെടുത്ത രേഖകൾ പരിശോധിച്ചു വിശദമായി മറ്റു സാങ്കേതിക പരിശോധനയും സാങ്കേതിക തെളിവ് ശേഖരണവും ഇ ഡി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് PV അൻവറിനോട്, മുൻ MLAയോട് ഇ ഡി ആസ്ഥാനത്ത് നേരിട്ട് ഹാജരാവാൻ വേണ്ടി ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. SKN.